മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. താഴെ നിൻ്റെ അമ്മയും പെങ്ങളും കാത്തിരിക്കുന്നുണ്ട്. നീ എന്താ ചെയ്തതെന്ന് അവർക്കറിയണ്ടേ? അതുകൊണ്ട് ഈ തൊണ്ടി മുതലും കൊണ്ട് ഇറങ്ങി നടക്കടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഉണ്ണിയും കൊണ്ട് താഴത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജുവും ദുർഗയും കൂടി കരഞ്ഞുകൊണ്ട് എന്താ പറ്റി ഉണ്ണിക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം മഹിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ ഇവിടെ പോലീസ് എന്നിങ്ങനെ ചോദിക്കണം. അത് കേൾക്കുമ്പോൾ ദുർഗയും മഞ്ജും കൂടി കരഞ്ഞുകൊണ്ട് പറയും, അറിയില്ല, ഉണ്ണിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് പോലീസുകാർ, എന്താ പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറയണം. അതേസമയം പോലീസുകാരെ ഉണ്ണിയും കൊണ്ട് വരികയാണ് കേട്ടോ. താഴെ വന്നിട്ട് എന്താ പറ്റി സാറേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഞാൻ കമലേശ്വരം ഗ്രൂപ്പിൻ്റെ MD ആണ് എന്ന് പറയും. നിങ്ങളുടെ അനിയനല്ലേ, ഇവന് കള്ളപ്പണം കേസാണ്, കമലേശ്വരം ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവൻ ഈ കള്ളപ്പണം വാങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ പോലീസുകാർ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കണ്ണൻ ചോദിക്കും, നിനക്ക് ഇത്രയ്ക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പോലീസുകാർ പറയണേ, എത്ര വലിയവനായാലും ശരി ഈ കള്ളപ്പണ കേസ് ഇത് അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ കേസെടുക്കും എന്ന് പറയണേ. അതിനുശേഷം നടക്കട, എല്ലാവരും കണ്ടില്ലേ, തുറന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയണ കേട്ടോ. അതേസമയം ദുർഗയും മഞ്ജു ഇങ്ങനെ കരയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, ശരിയാണ്, അവന് വേണ്ട കേസ് എന്താണെങ്കിലും നിന്ന് എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനും ദുർഗയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. അതേസമയം പോലീസുകാർ കൊണ്ടുപോവുകയാണ് കേട്ടോ. പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ ദുർഗയും മഞ്ജു ഇങ്ങനെ കരഞ്ഞ് പിന്നിൽ പോവുകയാണ് കേട്ടോ. ഒന്നും മിണ്ടില്ല. നീ എന്തിനാടാ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് ഉണ്ണി ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ മഹിയോട് ഇങ്ങനെ പറയുകയാണ്, അവൻ ഇന്നലെ എത്രയ്ക്ക് വേദനിപ്പിച്ചു, അതിന് കിട്ടിയതാണ് എന്നിങ്ങനെ പറയണം. പിന്നീട് ദുർഗയും മഞ്ജുവും വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണു, എങ്കിലും ഒന്ന് രക്ഷിക്കടാ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയും, ഇല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കില്ല. അവനെ എന്തോ ഒരു അഹങ്കാരമായിരുന്നു. അവന് എൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ തരത്തിൽ നിന്നത്. ഇതിൻ്റെ പേരിൽ ഞാനും കൂടിയാണ് വഷളാകണത്. കാരണം എൻ്റെ കമ്പനിയുടെ പേരാ പറയുക. നീ പറഞ്ഞില്ലേ മീഡിയക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലേശ്വരം ഗ്രൂപ്പ് എന്നാണ് പറയുക. അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണം. അവനെ ഈ മേഘനാഥൻ്റെ അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ മേഘനാഥനും കൂടി ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, മേഘനാഥനും കൂടി ഉണ്ടാകും. കാരണം അവൻ ചെറുപ്പം മുതലേ മേഘനാഥൻ്റെ കൂട്ട് കേട്ടിട്ടാണ് അവൻ എല്ലാ കാര്യത്തിനും നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചെറിയ കുറച്ച് സ്വഭാവങ്ങളെ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് അവൻ ആ സ്വഭാവവും പോയി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നീ എന്താടാ എന്ത് പറഞ്ഞാൽ ഇവള് കാരണമാണെന്നിങ്ങനെ പറയണം കേട്ടോ. എന്തിന് നിങ്ങൾ അവളെ എന്ന് പറയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ മഹി ഇങ്ങനെ പറയണ്. മഹി പറയുമ്പോൾ ദുർഗ ഇങ്ങനെ പറയണം കേട്ടോ, മിണ്ടരുത് നീ എന്നിങ്ങനെ പറയണ്. അവൾ മിണ്ടിക്കോട്ടെ, അവൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും മിണ്ടാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് എന്നിങ്ങനെ കണ്ണൻ പറയണം. അതേസമയം ദുർഗ പറയുന്നുണ്ട്, എന്ന് നീ ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നോ, അതിനുശേഷം നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും വേണ്ട, നിനക്കെല്ലാം ഇവള് മതി, ഇവള് പറയുന്നത് മാത്രമാണ് നീ കേൾക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ദുർഗ കരയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടനല്ലെങ്കിലും ഇവള് പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നിങ്ങനെ പറയണ്. മിണ്ടാതിരിക്കും, നിങ്ങളൊക്കെ ആരാണെന്നും എന്താണെന്നും എനിക്ക് മനസ്സിലായി. തന്നതിൽ നിങ്ങൾ എന്തൊക്കെ മായം കലർത്തി തന്നതാണെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ പറയും. അത് ഇവളല്ലേ ചെയ്തത്, ഇവള് വന്നിട്ടല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇവള് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയും. ഇവള് വെറുതെ പറഞ്ഞതല്ലേ, ഇവളങ്ങനെ പറയുകയും ചെയ്യുകയാണെങ്കിൽ ഇവളൊരിക്കലും എന്നെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയില്ലല്ലോ. അതാരാ എന്താ ചെയ്തതെന്നും നിങ്ങൾ ആരൊക്കെയാണെന്നും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് എന്നെ ഈ കാര്യത്തിന് വിളിക്കേണ്ട, ഞാനതിനോട്ട് വരുമില്ല. നിങ്ങളുടെ ആങ്ങളയില്ലേ, ആങ്ങളെ വിളിച്ച് പറയും, അതിൻ്റെ കൂട്ടത്തിൽ അവനും ഉണ്ടാകും. എന്തായാലും ഒപ്പം പോയിട്ട് കിടക്കാം പോലീസ് സ്റ്റേഷനിൽ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗ മഞ്ജു ഇങ്ങനെ കെഞ്ചിനുണ്ട് കേട്ടോ, ഒന്ന് പറയും മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. നീ ഒരു വക്കീലല്ലേ, നീ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയും, ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് നിൽക്കുകയില്ല. അത് കാരണം നിങ്ങളിത് ഒരു തരി ദയാദാക്ഷിണ്യം എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട അവന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിനും വേണ്ടിയിട്ട് ഇനി എന്നോട് സംസാരിക്കുകയും വേണ്ട, നിങ്ങളുടെ ആങ്ങളെ വിളിച്ചോളൂ എന്ന് കണ്ണൻ ഇങ്ങനെ പറയണം കേട്ടോ. വാ മോളെ, നമുക്ക് എന്തായാലും ശരി വാമേട്ടനെ വിളിക്കാം, ഇവൻ ഭാര്യ പറയുന്നതേ കേൾക്കുകയുള്ളൂ. അതേസമയം വാമദേവൻ മേഘനാഥനോടും ഭാര്യയോടും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അവനെന്തായാലും കോട്ടിട്ടിട്ട് അവൻ ഇവനെ രക്ഷിക്കാൻ പോവില്ല, എന്തായാലും ശരി, അവനെന്തായാലും അവൻ്റെ അച്ഛനെ പോലെ തന്നെ ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അവൻ്റെ അച്ഛൻ എന്നെ ഒരിക്കൽ
ചെയ്യാൻ നിന്നതാണ്. അതിനുള്ള ശിക്ഷ അവൻ്റെ അച്ഛനെ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ മേഘനാഥൻ ചോദിക്കുകയാണ്, അവൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയാൽ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വാമദേവൻ ആകെ ഒരു പതർച്ച വരികയാണ് കേട്ടോ. എനിക്കൊരു പങ്കുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അവൻ്റെ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്നിങ്ങനെ പറയണം. അവനെങ്ങനെ ഭാര്യ പറയാതെ കേൾക്കും? സുന്ദരിയായ ഒരു പെണ്ണല്ലേ കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അതുകൊണ്ടാണല്ലോ നീ അവളുടെ പിന്നിൽ പുറകെ നടന്നതും തല്ലു കൊണ്ടതും എന്നിങ്ങനെ പറയണം. അമ്മ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയും, അങ്ങനെയൊന്നുമില്ല അമ്മേ എന്നിങ്ങനെ മേഘനാഥൻ പറയണം. അതേസമയം അതൊക്കെ ഞങ്ങൾക്കറിയണം, അതൊക്കെ ചെറുപ്പക്കാരുടെ ഒരു പരിപാടിയാണ്, അതൊന്നും സാരമില്ല. അതിനെ ഇവള് കണ്ണനോട് പറഞ്ഞ് നീയും കണ്ണനും തമ്മിലുള്ള ദേഷ്യം ഉണ്ടാക്കിപ്പിക്കരുത്. എന്തായാലും ശരി, അവനൊരിക്കലും വൈദ്യരുടെ അടുത്തേക്ക് പോകാനൊന്നും പാടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ എണീറ്റ് നടന്നു കഴിഞ്ഞ് ഇതല്ല ഇതിലപ്പുറവും നടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ വല്ലമ്മേ വൈദ്യരുടെ അടുത്തേക്ക് പോകണം, അവിടെ നിന്നും പോയിട്ട് അവൻ എഴുന്നേറ്റ് നടക്കരുത്, അവൻ്റെ അവസാനമായിരിക്കണം എന്നിങ്ങനെ മേഘനാഥൻ പറയണം കേട്ടോ. പിന്നീട് വാമദേവൻ പറയുന്നുണ്ട്, ആ ഉണ്ണിയെ പോലീസുകാർ പിടിച്ച് തല്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ണി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പല കാര്യങ്ങളും അറിയാം. അവനിപ്പോൾ പൈസയുടെ ദാരിദ്ര്യം കൊണ്ടാണ് അവന് ഇപ്പോൾ വന്നത്. 2-3 പ്രാവശ്യമേ അവൻ വന്നിട്ടുള്ളൂ. അത് കാരണം ഇതേ അറിയുള്ളൂ. എന്തായാലും ശരി, ആരെയെങ്കിലും കണ്ട് അവനെ രക്ഷിക്കണം, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മേഘനാഥനെയും കൂട്ടിയിട്ട് വാമദേവൻ പോവുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ നല്ല ദേഷ്യത്തിലായിരിക്കും കേട്ടോ. മഹാലക്ഷ്മി വന്നിട്ട് ഇങ്ങനെ പറയാണ്, കണ്ണേട്ട എന്ന് വിളിക്കണം. എന്താ നീ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയാനാണോ വിളിക്കുന്നത്? നിൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അതാണല്ലോ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി കണ്ണൻ മഹിയോട് സംസാരിക്കുക.